കഴിഞ്ഞ 3 വർഷമായി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള നോമിനേഷനുകൾക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. യുവനടൻ എന്ന ലേബലിൽ നിന്ന് മാറിയ ചില താരങ്ങളുടെ എല്ലാവരും ഉറ്റുനോക്കിയ രൂപത്തിലും ഭാവത്തിലും വലിയ ട്രാൻസ്ഫോർമേഷൻ നടത്തിയ ബ്രേക്ക് ത്രൂ വേഷങ്ങൾ നോമിനേഷനിൽ വെക്കുന്നു. എന്നാൽ 3 തവണയും അവർക്ക് ചാടിക്കിടക്കേണ്ടി വന്ന ആ മഹാനടന്റെ പേര് മമ്മൂട്ടി. കുഞ്ചാക്കോ ബോബന്റെ നാഥ കേസുകൂട് നേരിട്ടത് നൻപകൽ നേരത്ത് മയക്കത്തെയാണെങ്കിൽ ആടുജീവിതത്തിൽ പൃഥ്വിരാജ് നേരിട്ടത് കാതലായിരുന്നു. പിന്നെ ആസിഫ് അലി മത്സരിച്ചത് ഭ്രമയുഗത്തോടും. പൃഥ്വിരാജിന് മാത്രമാണ് ആ കടമ്പ മറികടക്കാൻ പറ്റിയത്. മമ്മൂട്ടി അല്ലാതെ മറ്റാര് എന്ന ചോദ്യം മലയാളിക്ക് തോന്നിയത് സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപൊന്നുമല്ല. കൊടുമൺ പോറ്റിയായി അല്ലെങ്കിൽ ചാത്തനായുള്ള അയാളുടെ ഭ്രാന്തൻ പകർന്നാട്ടം തിയേറ്ററിൽ കണ്ടിറങ്ങിയ ഓരോരുത്തരും മനസ്സിൽ ഉറപ്പിച്ചു കാണും, ഈ അവാർഡ് മമ്മൂട്ടി തന്നെ തൂക്കും. തന്റെ കരിയറിലുടനീളം അസാധാരണമായ പ്രകടനങ്ങളിലൂടെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ അദ്ദേഹം തിളങ്ങിയിട്ടുണ്ട്. ഒടുവിൽ ഏറ്റവും അധികം തവണ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ നടനെന്ന റെക്കോർഡും മമ്മൂട്ടിക്ക് സ്വന്തം. നോട്ടത്തിലും ചിരിയിലും മൂളലിൽ പോലും അത്യുഗ്രഭാവങ്ങൾ. അടുത്ത കൊല്ലത്തെ പുരസ്കാരങ്ങൾ മോഹിക്കുന്നവർ മറികിടക്കേണ്ട കളങ്കാവൽ കൂടെ ഇദ്ദേഹം ഒരുക്കി വെച്ചിട്ടുണ്ട്. തന്റെ 74-ാം വയസ്സിലും കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രത്തെ നൽകാൻ വേറെ ആർക്ക് സാധിക്കും? നിങ്ങൾ കമന്റ് ചെയ്യൂ.